ആലപ്പാട്ട് അച്ഛനോടുള്ള ഒരു ആദരാഞ്ജലി എന്ന നിലയിൽ ഈ രൂപതയിലെ വൈദികർ അദ്ദേഹത്തിന് ഒരു അന്ത്യാഞ്ജലി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലൊക്കെ രക്തദാനമൊക്കെ വലിയ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി രൂപതയിലെ വൈദികർ ഈ ഒരു ദിവസങ്ങളിൽ രക്തം ദാനം ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. അതിനോട് എങ്ങനെയാണ്, സത്യമാണോ അത്? രൂപതയിലെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വൈദിക കൂട്ടായ്മയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ്. തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരിൽ നലം തികഞ്ഞ ഒരു വ്യക്തിത്വം. അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന വലിയ ഒരു സംഭാവനയാണ് ഈ രക്തദാനം എന്നുള്ള മഹാവിപ്ലവം. അത് അതിരൂപത വൈദികരെന്ന നിലയിൽ ഞങ്ങളേറെ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഇന്ന് ജൂബിലി മെഡിക്കൽ കോളേജിൽ 3 മണിക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടനെ വൈദികർ ഇന്നും നാളെയുമായിട്ട് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് രക്തദാനം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വൈദികരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വലിയ ഒരു അടയാളമാണ്, ഒരു ജസ്റ്ററാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരം സഭാപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഭൂമിയിലടക്കുന്നതിന് പകരം അത് മെഡിക്കൽ കോളേജിന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അദ്ദേഹം വിൽപത്രത്തിൽ തൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അത് നാളെ മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപനത്തിൽ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി മണ്ണിൽ വയ്ക്കുക എന്നതിന് പകരം അങ്ങനെയുള്ളൊരു കർമ്മം കൂടെ സഭയുടെ അനുവാദത്തോടു കൂടെ നടക്കുന്നുണ്ട്.